പൈശാചിക ശക്തികളെ ബഹിഷ്കരണ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. 4 കാര്യങ്ങളാണ് പറയാം. ഒന്നാമത്തെ കാര്യം, ലോകത്തിൽ പൈശാചിക അരൂപികൾ ഉണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിശക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്, ലോകത്തിൽ പൈശാചിക അരൂപികൾ ഉണ്ട്. അരൂപികളുടെ പ്രവർത്തനം, ദുഷ്ട അരൂപികൾ, അശുദ്ധാത്മാക്കൾ, ദുരാത്മാക്കൾ, ദുഷ്ട അരൂപികളുടെ പ്രവർത്തനം ലോകത്ത് ഉണ്ട്. രണ്ടാമത് മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്, ഈ തിന്മയുടെ അരൂപികൾ ഇല്ല എന്ന് ആരെങ്കിലും പ്രസംഗിക്കുകയോ ആരെങ്കിലും പഠിപ്പിക്കുകയോ ആരെങ്കിലും അത് അങ്ങനെ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ പൈശാചിക അരൂപി ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. പ്രൈസ്. അതിനെ നെഗേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് സം പീപ്പിൾ മേ സേ ദാറ്റ് ദെർ ഈസ് നോ ഈവിൾ സ്പിരിറ്റ് ഓർ സാറ്റാനിക് പവർ. ബട്ട് അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഈസ് ഫിൽഡ് വിത്ത് ഓർ ഇൻഫിൽഡ് വിത്ത് ഈവിൾ സ്പിരിറ്റ്. പൈശാചിക ശക്തിയാൽ നിറയപ്പെട്ട വ്യക്തികളാണ് എന്നാണ് മാർപ്പാപ്പ പഠിപ്പിക്കുക. മൂന്നാമതായിട്ട് പറയുന്ന ഈ തിന്മയുടെ അരൂപികൾ ലോകത്തിൽ ഈ തിന്മ മനുഷ്യനെ പാപത്തിലേക്ക് ടെംപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മനുഷ്യനെ ശരിക്കും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന പ്രലോഭനം, പാപത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രലോഭിപ്പിക്കുന്ന സ്പിരിറ്റുകളുണ്ട്. നാലാമത് മാർപ്പാപ്പ പറയാണ്, ഈ തിന്മയുടെ അതുപോലെ തന്നെ ഈ തിന്മ ഇതിനോട് ചേർന്ന് തന്നെ പറയുന്നതാണ്, ഇത് പ്രലോഭിപ്പിച്ചിട്ട് മനുഷ്യന് പാപം ചെയ്യിക്കുന്നു. പാപം ചെയ്യിച്ചാൽ അവൻ്റെ ലക്ഷ്യങ്ങളൊന്ന് ദൈവകൽപ്പനകൾ ലംഘിക്കുക എന്നുള്ളതാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന് ദൈവകൽപ്പനകൾ, ദൈവിക നിയമങ്ങൾ ലംഘിക്കാനായിട്ടാണ് അവനെ സാത്താൻ പ്രേരിപ്പിച്ചതും ചെയ്യിപ്പിച്ചതും. ദൈവകൽപ്പനകൾ ലംഘിക്കാനായിട്ട് ശക്തമായ പ്രേരണ കൊടുക്കുന്ന അരൂപിയാണ് പൈശാചിക അരൂപി. അപ്പോൾ ആദ്യം മനുഷ്യനെ ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യമൃഗങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ കൗശലമേറിയതായിരുന്നു സർപ്പം. അത് മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ട് അപ്പോൾ അത് ദൈവകൽപ്പന ലംഘിക്കാനായിട്ട് പ്രേരണ കൊടുക്കുന്ന സ്പിരിറ്റാണ് പൈശാചിക ശക്തി. അപ്പോൾ നിങ്ങളുടെ അപ്പനായാലും കൊള്ളാം, അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും ആരായാലും, ഞങ്ങൾ അച്ഛന്മാരായ ഉൾപ്പെടെ പാപം ചെയ്യാനായിട്ട് ഒരാളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളിൽ തിന്മയുടെ അരൂപികൾ, നിങ്ങൾ തിന്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്നു. ദൈവകൽപ്പനകൾ ലംഘിപ്പിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം അങ്ങനെ ഇപ്പോൾ 10 പ്രമാണങ്ങളൊക്കെ ലംഘിക്കുവാനായിട്ട് ശക്തമായ പ്രേരണ നൽകുന്നത് ഏതെല്ലാം ന്യായീകരണങ്ങൾ വെച്ചുകൊണ്ട് പോലും അപ്പോൾ അത് ചെയ്യിപ്പിക്കുന്നത് അശുദ്ധാത്മാവാണ് എന്ന് പറയാണ് മാർപ്പാപ്പ. ഇത് തന്നെ ആവർത്തിച്ച് പറയാം. എന്നിട്ട് 4-മതായിട്ട് മാർപ്പാപ്പ പറയാണ്, അപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ ഏത് പാപം ചെയ്താലും അതായത് ദൈവകൽപ്പനകൾ ഏത് ലംഘിച്ചാലും അതിനെ ന്യായീകരിക്കാനായിട്ടുള്ള ഒരു ബോധ്യം, ഒരു മിഥ്യാബോധം. തെസ്സലോനിക്ക ലേഖനത്തിൽ 1 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു മിഥ്യാബോധം നമ്മളിൽ ജനിപ്പിക്കും, തെറ്റായ ബോധം. അതായത് പാപം ചെയ്താലും കുഴപ്പമില്ല, തിന്മ ചെയ്താലും സാരമൊന്നും. അതായത് 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൻ്റെ വചനം പഠിപ്പിക്കുക. 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അത് 10-ാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും 10-11 വചനം. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം അവൽ ഉണർത്തും. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ തെറ്റായൊരു ബോധ്യം നന്മയുടെ ശക്തി അവരിൽ കൊടുക്കുന്ന, അപ്പോൾ തെറ്റായ ബോധ്യം, അപ്പോൾ ഇതെല്ലാം ഇവർ ജസ്റ്റിഫൈ ചെയ്യും. അപ്പോൾ ഇതാണ് തിന്മയുടെ. അപ്പോൾ ബേസിക്കലി ദൈവകൽപ്പനകൾ ലംഘിക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അരൂപികളാണ്. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:18-19 യോഹന്നാൻ അപ്പോസ്തലൻ ലോകം മുഴുവൻ തിന്മയുടെ അരൂപികളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും പറയുന്നുണ്ട്. എന്നാൽ നാം ദൈവത്തിലുള്ളവരാണ്, ദുഷ്ടൻ നമ്മെ തൊടുകയില്ല. എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിൽ ആണ് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് അല്പം കൂടെ അതിശക്തമായ രീതിയിലാണ്. അതായത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 395-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സാത്താൻ്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷമായി ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തി വയ്ക്കുന്നതും ആകാം. അതായത് സാത്താൻ്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും ഓരോ വ്യക്തികൾക്കിട്ടും അതുപോലെ സമൂഹം. അപ്പോൾ ഒരു വ്യക്തിക്കെട്ട് ഉപദ്രവിക്കാൻ എല്ലാവരെയും ഇത് ഉപദ്രവിക്കും എന്ന് പറഞ്ഞു.
അതിനകത്ത് ആരെയും മാറ്റി നിർത്തും. കാരണം വെച്ചാൽ അവൻ എല്ലാവരെയും ലക്ഷ്യത്തിൽ അവൻ കാണുന്നുണ്ട്. ഒരാളെ പോലെ അവൻ ഉപേക്ഷിച്ച് പോകില്ല. ഈ ഭൂമി ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യ കുഞ്ഞിനെയും ഈ സ്പിരിറ്റ് അത് വലയം ചെയ്യും, അത് പിടിക്കാൻ നോക്കും. അപ്പം ഓരോ മനുഷ്യ സമൂഹങ്ങളിൽ അത് പ്രവർത്തിക്കും. സമൂഹങ്ങളെ അത് കേന്ദ്രീകരിച്ച് ചിലപ്പോൾ ദേശങ്ങൾ അതാണ് അങ്ങനെ സ്പിരിറ്റുകളുണ്ട്. അതിനെക്കുറിച്ച് ഇതിന് മുന്നേ ആഴത്തച്ഛൻ പറയാൻ പോകുന്നതിൻ്റെ അനുഭവ തലത്തിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാണ്. ശ്രദ്ധയോടെ കേൾക്കണം. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം മനുഷ്യനും സമൂഹത്തിനും ആത്മീയമായിട്ടും പരോക്ഷമായി ശാരീരികമായി പോലുള്ള ഗൗരവതരമായ ഉപദ്രവം. അപ്പോൾ അവൻ്റെ ആത്മാവിനെ ഉപദ്രവിക്കും, അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുന്നവർ. അവൻ്റെ ആത്മീയമായിട്ട്, രണ്ട് പരോക്ഷമായി ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തി വയ്ക്കുന്നതും ആകാമെന്ന് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ കത്തോലിക്കാ തിരുസഭ വളരെ വ്യക്തമായിട്ട് ഇത് പഠിപ്പിക്കണം. അപ്പോൾ ഒരുവൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഇത് പ്രവർത്തിക്കാനും ഉപദ്രവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത്. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. സർവ്വത്തിൽ ഹല്ലേലൂയ. ഇപ്പം ശാരീരികമായി പോലും അതാണ് ഭൗതിക മേഖല. നമ്മൾ കൃഷി, ബിസിനസ്, ജോലി, വസ്തു, വീട്, വാഹനങ്ങൾ, മൂവബിൾ ഒബ്ജക്ട്സ്, എല്ലാത്തരം മൂവബിൾ ഒബ്ജക്ട്സ്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഈ തിന്മയുടെ അരൂപികളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ആത്മീയമായ മേഖലയിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം, നമ്മുടെ സക്രമെൻ്റൽ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗദാശിക ജീവിതം, നമ്മുടെ വിശുദ്ധിയിലുള്ള വളർച്ച, ഇതിനെയെല്ലാം ഇത് കയറി ആക്രമിക്കുന്നൊരു ശക്തി പ്രവർത്തിക്കും എന്ന് പറയണം. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷമായി ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവം. ഗൗരവതരം വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ വരുത്തിവെക്കാം, ചില മരണങ്ങൾ വരുത്തിവെക്കാം, ദുരന്തങ്ങൾ വരുത്തിവെക്കാം, ഭിന്നത വരുത്തിവെക്കാം. ഈ സ്പിരിറ്റുകൾക്ക് ഇത് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് കത്തോലിക്കാ തിരുസഭ ഈ സ്പിരിറ്റിനെ കുറിച്ചുള്ള പൈശാചിക അരൂപികളെക്കുറിച്ചുള്ള ശക്തമായിട്ട് പഠിപ്പിക്കുന്നത്. സ്ഥലമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും പറയുന്നുണ്ട്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 394 ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആരംഭം മുതലേ കൊലപാതകി എന്ന് യേശു വിശേഷിപ്പിക്കുന്നവൻ്റെ ആപത്കരമായ സ്വാധീനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷി നൽകുന്നു. ആപത്കരമായ അതായത് ഡേഞ്ചറസ് ഇൻഫ്ലുവൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് സംഭവിക്കും. അവിടെ ചിലപ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ബോധ്യം, എല്ലാ സ്ഥലങ്ങളിലും പോകരുത്, എല്ലാ കൺവെൻഷനുകളും പോകരുത്, എല്ലായിടത്തും ആളുകൾ വിളിക്കുന്നിടത്ത് പോകരുത്, എല്ലാ വീടുകളിലും പോകരുത്, എല്ലാ സ്ഥലവും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് പറ്റിയ പ്രശ്നം വെച്ചാൽ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അനോയിൻറ്റിങ് ഓഫ് ദ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ്, ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മ സ്നാനം നമ്മൾ കിട്ടിയാലേ നമുക്കിത് വിവേചിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ബുദ്ധി കൊണ്ട് നമുക്കിതിനെ കണ്ടുപിടിക്കാനായിട്ടോ മനസ്സിലാക്കാനോ ഒരിക്കലും സാധ്യമല്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതായത് 1 കൊരിന്ത്യർ 12:9 മുതൽ 11 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട് ദി ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ്. ആത്മാക്കളെ വിവേചിച്ച് അറിയാനുള്ള വരം ഉണ്ടാകണം. അപ്പോൾ ഇതുണ്ടെങ്കിൽ പറ്റുള്ളൂ. ഇന്ന് ഒരുപാട് മക്കളിൽ ഈ തിന്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്നു. അതിന് ഒരു വിടുതൽ നൽകുന്നൊരു ശുശ്രൂഷയാണ് കൃപ അഭിഷേക ശുശ്രൂഷ. അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്ന വിടുതലിൻ്റെ ആത്മാവാണ്. തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മ വന്നിട്ട് ആളുകളെ അങ്ങനെ ദൈവകരുണയിൽ ആശ്രയിച്ച് വരുന്ന മക്കളിൽ നിന്ന് ഈ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് വളരെയധികം ഗൗരവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ഒരാൾ പെരുമാറുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ആളിലേക്കല്ല നോക്കേണ്ടത്, ആളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആളിലല്ല ശ്രദ്ധിക്കേണ്ടത്. സ്പിരിറ്റ് ബിഹൈൻഡ് ഓർ ഹിഡൻ വിത്തിൻ ദാറ്റ് പേഴ്സൺ. ഒരു ആത്മാവ് തിന്മയുടെ ശക്തി ആ വ്യക്തിയിൽ പ്രവർത്തിക്കും. അപ്പം നമുക്ക് ഈശോയുടെ സുവിശേഷ പ്രഘോഷണ മേഖല മുഴുവൻ ഈശോ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത് തന്നെ എന്തിനാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അത് പലയിടങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്ഥലമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1-2 വചനം പറയുന്നുണ്ട്. അവൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു, ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാൻ. ശരിക്കും ഈശോ തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്താൽ അപ്പോൾ അതിന് ആദ്യത്തെ ഉത്തരവാദിത്വം കൊടുക്കുന്നത് സാത്താൻ്റെ ശക്തികളുടെ മേൽ അധികാരമാണ് അവർക്ക് ആദ്യമായിട്ട് അവർക്ക് കൊടുക്കുന്നത്. സ്ഥലമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12:28-29 വചനം വലിയൊരു വചനമാണ്. ഈശോ പഠിപ്പിക്കുകയാണ്, ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ദൈവാത്മാവ് കൊണ്ടേ പറ്റുള്ളൂ.
ദൈവാത്മാവ് കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്ന് കഴിഞ്ഞിരിക്കും. ദൈവരാജ്യം വന്നിരിക്കുന്നു, സ്വർഗരാജ്യം വരും. ഇപ്പോൾ ഇത് ദൈവരാജ്യം വരുന്നതിൻ്റെ വലിയൊരു സംഭവമാണ് ഈ ബഹിഷ്കരണ ശുശ്രൂഷ എന്നുള്ളതാണ്. ദാനിയേൽ 12:1 പറയുന്ന പോലെ അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ ഉണർന്ന് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒരു ദൈവരാജ്യം വരുന്നതിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഭരണം, അത്രയും സാത്താൻ്റെ ഭരണത്തിൽ കഴിയുന്ന ആളുകളിൽ നിന്ന് അത് മാറ്റി ദൈവഭരണം, ഈശ്വമിശിഹായുടെ ഭരണം വരുന്നതിൻ്റെ അടയാളമാണ്. സാത്താൻ്റെ ശക്തികളെയും മരണത്തെയും പുറത്താക്കുന്ന ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറയാമോ ഹല്ലേലൂയ. യേശുവേ നന്ദി. വീണ്ടും പറയാം, അഥവാ ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ച അത് തന്നെയാണ് മർക്കോസ് 3:27 പറയുന്നുണ്ട്. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ കയറി കവർച്ച ചെയ്യാൻ ആദ്യം അവന് ബന്ധിക്കണമെന്ന് വാക്ക്, ബന്ധിക്കണം എന്നൊരു വാക്ക് തന്നെ യേശു പറയുന്നത്. ബന്ധിച്ചാൽ മാത്രമേ ഇത് കെട്ടപ്പെടൂ, അല്ലെങ്കിൽ ഒരിക്കലും ഇത് പോകത്തില്ല. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മയും മോനും കൂടെ എൻ്റെ മുറി വന്നു. അപ്പോൾ ഈ മോന് ശരിക്കും അമ്മയും മോനും കൂടെ കയറി വരുമ്പോൾ ഇവന് 10th പഠിക്കുന്ന കൊച്ചാണ്, 10th പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇവനിങ്ങനെ എൻ്റെ മുറിലോട്ട് കയറി വന്നു. അവൻ അമ്മയുടെ കൂടെ വെറുതെ ഇങ്ങ് ഓടി വരും, ഒന്നുമില്ല. അപ്പോൾ ഒന്ന് തലയിലോട്ട് കൈവച്ച് കുരിശ് വരയ്ക്കുകയും ഇവനങ്ങ് ബോധം കെട്ടി വന്നു. ശരിക്കും ഇവന് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നത് വെറുതെ വന്നാണ്. അപ്പോൾ ഈ തലയോട്ട് കൈവയ്ക്ക് കുഴഞ്ഞടിച്ചങ്ങ് വീണു. ശരിക്കും പിടിക്കാൻ ആളുകൾ ആ സമയത്ത് പിന്നെ ഞാൻ തന്നെ ഒരു കൊച്ചിന് കൈയൊക്കെ പിടിച്ചു. അവിടെ തലയടിച്ച് താഴെ വീണില്ല, താഴോട്ടവൻ വീണു. അപ്പം അതിനുശേഷം ബോധം കെട്ട് കിടക്കണം. അപ്പം ഞാൻ ഹോളി വാട്ടർ തളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ കണ്ണു തുറന്ന് ഇവൻ എഴുന്നേറ്റ്. പ്രസലോഷ്. അപ്പം അതിനുശേഷം അവൻ്റെ അമ്മയോടും അവൻ്റെ സഹോദരങ്ങളോടും പറഞ്ഞു, ഈ സമയത്ത് എൻ്റെ ദേഹത്ത് നിന്ന് 2 രൂപങ്ങൾ എന്നെ വിട്ടുപോയി. പ്രസലോഷ്. അപ്പോൾ ഇവൻ കയറി വരുന്ന എന്നെ ഓർമ്മിക്കുന്നുണ്ട്. ഒരു ചിരിച്ചോണ്ട് അവനിങ്ങനെ വെറുതെ ഒരാളെടുത്ത് പോകുന്ന പോലെ, സിമ്പിളായിട്ട് പോകുന്ന പോലെ, വളരെ നോർമലായിട്ട് പോകുന്ന പോലെയാണ് ഇവൻ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ വന്ന ഉടനെ ഈ ബന്ധിക്കുന്ന പറഞ്ഞപ്പോൾ വന്നപ്പോൾ കുരിശ് വരയ്ക്ക് ഇതൊക്കെ ബോധം കെട്ട് വീണു. അപ്പോൾ അവൻ പറയാൻ ശരീരത്തിൽ നിന്ന് ഒരു ഈവിൾ സ്പിരിറ്റ്, ശരിക്കും 2 രൂപങ്ങൾ, അതാണ് ഒത്തിരി മക്കളുടെ സ്പിരിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരിക്കലൊരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസർ ട്യൂമർ വന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം വെച്ച് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ഓപ്പറേറ്റ് ചെയ്യണം, ഡോക്ടറെല്ലാം പറഞ്ഞിരിക്കുകയാണ്. സ്കാൻ ചെയ്തപ്പോൾ ഹസ്ബൻഡും ഈ മകളും എല്ലാം കൂടെ എൻ്റെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഈശോ ബന്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയുടെ തലയ്ക്ക് വെച്ച് ബന്ധിച്ചു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മകളിൽ പ്രവർത്തിക്കുന്ന ഈ തിന്മയുടെ അരൂപിയെ. അപ്പോൾ ഈശോന് പറഞ്ഞത് വ്യഭിചാര ദുർബലം. ചില കുടുംബജീവിതങ്ങളൊക്കെ പറയാൻ കൊള്ളില്ല, അവരുടെ ജീവിതമൊക്കെ പണ്ടത്തെ ഹോളിനെസ് അല്ലിത്. ഇന്ന് ആസക്തി, അത് പിശാച് കയറുന്ന, അതങ്ങ് സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ആസക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ളത് വ്യഭിചാരത്തിൻ്റെയും സ്വയംഭോഗത്തിൻ്റെയും സ്വവർഗരതിയുടെയും ഈവിൾ സ്പിരിറ്റാണ്. ഈ ഈവിൾ സ്പിരിറ്റ് ഒരാൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവനെയും കൊണ്ട് എല്ലാ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ അടുത്തേക്ക് വിടും. നമുക്ക് വിടാതിരിക്കും പറ്റില്ല. അവന് വേണ്ടാന്ന് വെച്ചാൽ അവനെ കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ട് കുഴി കൊണ്ടുവിടും, ബന്ധിക്കും. അതിൻ്റെ രോഗങ്ങൾ വിധിക്കും. അപ്പോൾ ഇവൾക്ക് ഇതാണെന്ന് യേശുവിന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ തല യേശുനാമത്തിൽ ബന്ധിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ അവളങ്ങ് തലോട്ട് കാട്ട് വീണിട്ട് ഇങ്ങനെ ശരിക്കും കാണാം, ശരീരമൊക്കെ വേർത്തങ്ങോട്ട്, ശരിക്കും വേർത്ത് ഇത്. അപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടിട്ട് അപ്പം ഞാൻ ചോദിച്ചു പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ തിങ്കളാഴ്ച ചെയ്തിട്ട് ഓപ്പറേഷന് മുമ്പ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ എന്ന് ഓക്കെ വെച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പുറത്തിറങ്ങി. പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഈ സ്ത്രീ പോയിട്ട് തൻ്റെ മുഴ ശരീരത്തിലുണ്ടോ, ആ ട്യൂമർ ഉണ്ടോ എന്ന് ആൾ പരിശോധിച്ചിട്ട് ഉടനെ തന്നെ ഇയാൾ തിരിച്ചു കയറുന്നു. പ്രയർ കഴിഞ്ഞപ്പോൾ ആ മുഴ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. പ്രസലോഷ്. അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് ട്യൂമർ ഡിസപ്പിയർ ആയിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടർ പറയട്ടെ. ഡോക്ടർ എന്ന് പരിശോധിച്ചു, രോഗമില്ല. 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈശോ. അപ്പം അതൊന്നിനാണ് ഈ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വചനം. അതായത് വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടായി. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. കാരണം അവൻ്റെ ഭരണം അവസാനിക്കണം, എങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. പ്രസലോഷ്. അപ്പോൾ ഇവിടെയാണ് ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ വസ്തുക്കൾ കവർ ചെയ്യണമെങ്കിൽ ആദ്യം അവന് ബന്ധിക്കണം.
ബന്ധിക്കാൻ ഒരിക്കലും അവനെ ബന്ധിച്ചിടണം. അവനെ ബന്ധിക്കണമെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് ഒരിക്കലും പറ്റില്ല. നമ്മളധികം അവിടെയാണ് നമ്മൾ ബന്ധിക്കാൻ പോകുന്ന ആളുകൾ എങ്ങനെ ബന്ധിക്കും? പ്രശ്നം ബന്ധിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒന്ന് എളിമയും വിശുദ്ധിയുമാണ്. നല്ല വിശുദ്ധിയിലായിരിക്കണം. ഹോളിനെസ് ഈസ് വെരി മസ്റ്റാണ്. അല്ലാണ്ട് ഈ ഹോളിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ പൂട്ടാനായിട്ട് ബന്ധിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ പരിശുദ്ധാത്മാവിന് സഹായം, പരിശുദ്ധാത്മാവാണ് പറഞ്ഞു തരേണ്ടത്. ഈ മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, പൈശാചിക ആരാധന ഇതൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഒരുപാട് തകർച്ച വരുന്നത് കാണാൻ പറ്റും. പ്രശ്നം ഇപ്പോൾ ഈ ആളുകൾ എന്ന് പറയുന്നുണ്ട് അണക്കര വന്നിട്ട് ഇങ്ങനെ ഒരുപാട് തകർന്ന്, കടം കീറി തകർന്നു, അല്ല വിവാഹ ബന്ധം തകർന്നു, ഇങ്ങനെയുള്ള ആളുകൾ ഒരു 10,000 ആളുകൾ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് 90,000 ആളുകൾ അവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടിപ്പോയി. പ്രശ്ലോഷ് താമസിച്ച് ധ്യാനം കൂടിയത് 90,000 മുകളിൽ ആൾക്കാരാണ്. പ്രശ്ലോഷ് അതിനാൾക്കാർ കൺവെൻഷനെ വന്നിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഒരു മോർ ദാൻ 20 lakh മോർ, ഒരു 20 ലക്ഷത്തിലധികം ആളുകളെങ്കിലും അവിടെ കൺവെൻഷനുകൾക്ക് വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ വരുന്നത് ഒറ്റ ഡെലിവറൻസ് പ്രയർ കഴിയുമ്പോൾ ആളുകളുടെ മുഖത്ത് കാണാൻ പറ്റും, ഒരു മാറ്റം കാണാൻ പറ്റും. ആലപ്പുഴയിൽ നിന്നൊരു സിസ്റ്റർ, ഒരു വിശുദ്ധയായ കന്യാസ്ത്രീ സാന്ത്വൻ എന്ന് പറയുന്ന അവിടെ ഒരു ആശ്രമമുണ്ട്. അതിൻ്റെ അവിടെ ഒട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വലിയ രോഗങ്ങളൊന്നാണ് ഒട്ടിസം ഹൈപ്പറായിട്ട്. ഞാൻ പറയും നിങ്ങൾ വിഷമിക്കുകയും ചെയ്യരുത്, ഒരു പൈശാചിക ശക്തികളുടെ പ്രവർത്തനമാണിത്. ഈവിൾ സ്പിരിറ്റിൻ്റെ അറ്റാക്കാണിത്. അതിന് നമ്മൾ ജനറ്റിക്കൽ ഡിസോർഡർ ഒന്നും ഹെറിഡിറ്ററി ഡിസീസൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആദ്യം ആ കുഞ്ഞിൻ്റെ കയറി സാത്താൻ കയറി അട്ടിക്കും. അത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ എത്ര വിദഗ്ധരായി ഡോക്ടറിൻ്റെയോ ഗൈനക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ പ്രൊട്ടക്ഷനോട് കൂടി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താലും ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു വീണാൽ ഉടനെ തല്ലിക്കൊഴിക്കുന്ന തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനം ലോകത്ത് കൂടുതലാണ്. എന്തുകൊണ്ടാണത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധമായത് വ്യഭിചാരം, മദ്യപാനം, അഹങ്കാരം, ഇതെല്ലാം സ്പിരിറ്റാണ് കേട്ടോ, ഇതെല്ലാം സ്പിരിറ്റ്സാണ്. അല്ലാണ്ട് ഇതൊന്നും മനുഷ്യൻ്റെ പ്രശ്നം ഇതില്ല. ഇത് സ്പിരിറ്റ്സിന് മനുഷ്യൻ അതിനെ സ്വീകരിച്ചു. അപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വളരും. പ്രശ്ലോഷ് പക്ഷേ നമ്മൾ മറ്റൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് പിന്നെ നമ്മളെ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പിരിറ്റാണ് ഇന്ന് ലോകത്ത് വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ജോലിയെ, വിവാഹത്തെ ഒക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം. അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് സിസ്റ്റർ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ അണക്കരയിൽ ഇങ്ങനെ കൊണ്ടുവരും. ഒരു വലിയ വാന് നിറച്ച്, അല്ലെങ്കിൽ ഒരു വലിയ ചെറിയ ബസ്, മിനി ബസ്സിനകത്ത് നിറച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെയും കൊണ്ടുവരും. അപ്പോൾ സിസ്റ്റർ പറയുകയാണ് വെച്ചാൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ ഓരോ പ്രയർ കഴിയുമ്പോഴും ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് തിന്മയുടെ ശക്തികൾ വിട്ടുപോയിട്ട് ഈ കുഞ്ഞുങ്ങൾ നോർമലാകുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ കുട്ടികൾക്ക് ഇപ്പോൾ എന്നെ അടുത്തറിയാം. പ്രശ്ലോഷ് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറി. അതിൽ പല കുട്ടികളും നോർമൽ സ്കൂളിലോട്ട് മാറി. പ്രശ്ലോഷ് കർത്താവിൻ്റെ അതിശക്തം. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് അതിരില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് ഏത് ചങ്ങലയും പൊട്ടിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ അതാണ്, ദൈവാത്മാവിനാലാണ് ഞാൻ വിശ്വാസികളെ ബഹിഷ്കരിക്കുന്നവരെ. ഇപ്പോൾ ഈ അച്ഛനെ ശുശ്രൂഷയായിട്ട് 21 വർഷം എത്തിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവാത്മാവിനാലാണ്. ദൈവാത്മാവിനാൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ശുശ്രൂഷ നടക്കപ്പെടുന്നത്. പ്രശ്നോഷ് അത് വെറുതെ എല്ലാവരും ആത്മാവിനാലാണെന്ന് നുണ പറയുന്ന ചില സംഭവങ്ങൾ കേൾക്കാറുണ്ട്. അതല്ല അച്ഛൻ ഈ പറയുന്നത്. പ്രശ്നോഷ് അതുകൊണ്ട് നിങ്ങൾ കാണുന്നിടത്തെല്ലാം ശുശ്രൂഷകൾക്ക് പോയാൽ അപകടം ഉണ്ടാകും. കാണുന്നവരെല്ലാം നിങ്ങളുടെ തലയെ കൈവച്ച പ്രശ്നം ഉണ്ടാകും. കാരണം സ്പിരിറ്റ് ബാധിക്കും. ഒരാളുടെ സ്പിരിറ്റിന് വേറൊരാളുടെ സ്പിരിറ്റിലോട്ട് മാറാൻ പറ്റും. കാണുന്നിടത്തെല്ലാം കൊണ്ട് തലയെ വെച്ച് പ്രാർത്ഥന നടത്തുക. പ്രയർ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് പരിപാടികൾക്ക് പോകുക. അവിടെ പ്രവർത്തിക്കുന്ന ആത്മാവേദാന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ 2 കാര്യത്തിൽ നിങ്ങൾ വളർന്നാൽ തിരിച്ചറിയാൻ പറ്റും. ഒന്ന്, നല്ല എളിമയിൽ. 2, വിശുദ്ധി എന്ന പുണ്യം നിങ്ങൾ നിറയണം. പ്രശ്നോഷ് വിശുദ്ധി എന്ന പുണ്യം നിറയാൻ പ്രാർത്ഥിക്കണം. വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ അശുദ്ധി വിട്ടു പോകണം. ശ്രമോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അശുദ്ധി വിട്ടുപോയാൽ വിശുദ്ധി ഉണ്ട്. അശുദ്ധി മാറണം. അശുദ്ധി മാറാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപ്പോഴായിരിക്കും ഇപ്പം ഇങ്ങനെയുള്ള ശുശ്രൂഷയുടെ സമയത്ത് ഡെലിവറൻസ് ഉണ്ടാകും. ഡെലിവറൻസ് ഉണ്ടാകുമ്പോൾ നമ്മളിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ, സാത്താൻ്റെ പീഡകൾ മൊത്തം നമ്മൾ വിട്ടുപോയിട്ട് നമ്മൾ സ്വതന്ത്രരാകും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. കരങ്ങളുയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഉണർന്ന് പ്രാർത്ഥിക്കണം. സ്തുതിക്കുന്നു. ഉച്ചത്തിൽ തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ.
ഒറ്റ വിളി കരമുയർത്തി ഈശോയേ, 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 എന്റെ ഈശോ, 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 സ്നേഹിതൻ നാഥൻ ദൈവം, സർവശക്തനായ ദൈവമാ, കൈകൾ ഉയർത്തിപ്പിടിച്ച് ഈശോ, യേശുവേ, ഈശോ, സ്നേഹിതൻ നാഥൻ ഒറ്റ വിളിച്ചോയേ, ട്യൂമറുകളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബുദ്ധിമാന്ദ്യം ബന്ധിക്കുന്നു, നിരാശ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു. മത്തായി 12:28-29 ബന്ധിച്ചിരിക്കുന്നു. ഈ സ്ഥലത്തുള്ള മുഴുവൻ അഭിഷിക്തര് എല്ലാ മക്കളെയും കർത്താവ് നിനക്ക് തരുന്ന കർത്താവ് സന്യസ്തരെ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ദൈവരാജ്യം മുഴുവൻ, ദൈവജനത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളും തരും. ദൈവമേ, അങ്ങയുടെ കരുണയുണ്ടാകണേ. കർത്താവ്, ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, അശക്തനാണ്. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണേ. ഈ സമയത്ത് അങ്ങയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, അങ്ങയുടെ നാമത്തിൽ സംസാരിക്കുന്നു. കർത്താവ്, അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ജനമേ 15-19 നിന്നുകൊണ്ട് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലാകും. എസെക്കിയേൽ 3:1-3 വരെയുള്ള വചനം, ആരെയും ഭയപ്പെടണ്ട. നിന്റെ നാവിൽ തന്നെ വചനം തരുന്ന ഈ വചനം ഹൃദയം സ്വീകരിക്കുക, വചനം നീ ഭക്ഷിക്കുക. എസെക്കിയേൽ 3:17 നിന്റെ നാവിൽ എൻ്റെ വചനം ഞാൻ നിക്ഷേപിക്കുന്നു, ജനത്തെ അത് അറിയിക്കുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു, ദേശത്തിന്റെ കേട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ, സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും തിന്മയുടെ ശുദ്ധരെ ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്ത് ഈശോയേ, ഈശോ, ഈശോ, സ്നേഹിതൻ നാഥൻ ദൈവം, സ്തുതിക്കുന്നു.